ഹലോ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി എഫ് സി തമ്മിലുള്ള ഡ്യൂറൻ കപ്പിലെ മത്സരം പൂർത്തിയായിരിക്കുകയാണ്. എന്തൊരു വിജയമാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. എതിരില്ലാത്ത 8 ഗോളുകളുടെ ഗംഭീര വിജയം തന്നെ. തീർച്ചയായിട്ടും ഇത് ഡ്യൂറൻ കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. അങ്ങനെ ഒരു റെക്കോർഡ് കൂടി ഇട്ടിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരം അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഹാട്രിക് ഗോളുകളുമായി പെപ്രെ മിന്നിക്കത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ ഹാട്രിക് ഗോളുകളുമായി നോഹയും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹീറോ ആയി മാറിയിട്ടുണ്ട്. പരിശീലകൻ മൈക്കിൾ സ്റ്റാറോയുടെ കീഴിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഔദ്യോഗിക മത്സരമാണല്ലോ അവരിന്ന് കളിച്ചിട്ടുള്ളത്. അതൊരു ഗംഭീര വിജയത്തോടു കൂടി തന്നെ അവസാനിപ്പിക്കാൻ സാധിച്ചതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വലിയ പ്രതീക്ഷകൾ തന്നെയാണുള്ളത്. ശരിയാണ്, മുംബൈ സിറ്റിയുടെ റിസർവ് താരങ്ങളാണ് ഇന്ന് ഡ്യൂറൻ കപ്പിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എങ്കിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചുണക്കുട്ടികൾ നേടിയിട്ടുള്ള ഈ ഒരു വിജയം നമ്മൾ എടുത്തു പറയുക തന്നെ ചെയ്യണം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കൂടിയാണിത്. മത്സരത്തിന്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ തന്നെ 3 ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ചുണക്കുട്ടികൾ. മുംബൈ സിറ്റിക്കെതിരെ സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കളിയുടെ 90 മിനിറ്റിലും പുലർത്തിയതെന്നുള്ള കാര്യം എടുത്തു പറയണം. തുടക്കം മുതൽ ആക്രമിച്ച് കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് 32-ാം മിനിറ്റിലാണ് ആദ്യ ഗോൾ സ്വന്തമാക്കുന്നത്. അതെ, ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള നോഹ സദോയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനായി ലക്ഷ്യം കാണുന്നത്. വലത് വിങ്ങിൽ നിന്ന് എയ്ബവാം നൽകിയിട്ടുള്ള ഒരു ക്രോസിൽ നിന്ന് ഒരു മനോഹരമായിട്ടുള്ള ഒരു വോളിയിലൂടെയാണ് നോഹ ആ ഒരു ഗോളിലേക്ക് എത്തുന്നത്. ഇതിനുശേഷവും ബ്ലാസ്റ്റേഴ്സിന് ലീഡ് ഉയർത്താൻ ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ നോഹയുടെ ഒരു ഷോട്ട് പോസ്റ്റിൽ തട്ടി മടങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് മത്സരത്തിന്റെ 40-ാം മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോമെ പെപ്രയിലൂടെ ലീഡ് ഇരട്ടിയാക്കുന്നു. അതെ, ക്യാപ്റ്റൻ ആൻഡ്രിയൻ ലൂണയാണ് ആ ഒരു ഗോളിന് അസിസ്റ്റ് നൽകുന്നതും. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് പെപ്ര വീണ്ടും ഗോൾ അടിച്ചതോടുകൂടി സ്കോർ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് മുമ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കുതിച്ചെത്തുകയായിരുന്നു. അങ്ങനെ കളിയുടെ സെക്കൻഡ് ഹാഫ് ആരംഭിക്കുന്നു. കളിയുടെ 50-ാം മിനിറ്റിൽ നോഹ ഒരു ഹെഡറിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 4ാമത്തെ ഗോളും കണ്ടെത്തുകയായിരുന്നു. അതെ, അത് നോഹയുടെ ബ്രേസ് കൂടിയാണെന്നുള്ള കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഐമൻ നൽകിയിട്ടുള്ള ക്രോസിൽ നിന്നായിരുന്നു നോഹയുടെ ആ ഒരു ഗോൾ പിറക്കുന്നത്. 53-ാം മിനിറ്റിൽ പെപ്രെ ഹാട്രിക് പൂർത്തിയാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് മുമ്പിലെത്തുന്നു. 76-ാം മിനിറ്റിൽ നോഹയും കേരള ബ്ലാസ്റ്റേഴ്സിനായി ഹാട്രിക് പൂർത്തിയാക്കുന്ന ഒരു മനോഹര കാഴ്ച. അവസാനം ഇഷാൻ പണ്ഡിത വന്ന് 2 ഗോൾ കൂടി അടിച്ചതോടുകൂടി സ്കോർ 8-0 എന്ന നിലയിൽ. അതെ, ഡ്യൂറൻ കപ്പിലെത്തുന്ന ഏറ്റവും വലിയ മാർജിൻ കേരള ബ്ലാസ്റ്റേഴ്സ് കുറിച്ചത് വമ്പൻ ചരിത്രം. ഗെയ്സ്, എതിരില്ലാത്ത 8 ഗോളുകൾക്ക് ഏകപക്ഷീയമായിട്ടുള്ള 8 ഗോളുകൾക്കാണ് മഞ്ഞപ്പട വിജയിച്ചു കയറിയിരിക്കുന്നത്. ഡ്യൂറൻ കപ്പിൽ അവരൊരു ഗംഭീര തുടക്കം തന്നെയാണ് കുറിച്ചിട്ടുള്ളത്. അവരുടെ കന്നിക്കിരീടത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമാണോ ഇത്? നമ്മൾ ആരാധകർ കാത്തിരിപ്പാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളൊക്കെ കറുത്ത ആംബാൻഡ് ധരിച്ചുകൊണ്ടായിരുന്നല്ലോ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, വയനാട്ടിൽ നടന്ന ദാരുണമായിട്ടുള്ള ദുരന്തത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബും അതുപോലെ തന്നെ താരങ്ങളും കോച്ചിങ് സ്റ്റാഫും ഒക്കെ ഇങ്ങനെ കറുത്ത ആംബാൻഡ് ധരിച്ചുകൊണ്ട് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും മത്സരത്തിൽ അവരടിച്ചിട്ടുള്ള ഗോളുകൾക്ക് ശേഷം വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഗോളുകൾ ഞങ്ങൾ സമർപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ആഘോഷമൊക്കെ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വല്ലാതെ മനസ്സിൽ പതിഞ്ഞു പോയൊരു ദൃശ്യമായിരുന്നു അത്. എന്തൊക്കെയായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.